ഇന്ന് മൈൻഡ് പ്ലസിന്റെ 1569 സെഷനാണ്. ഒരു കഥയിലൂടെ തുടങ്ങാം. രാത്രി 10 മണി കഴിഞ്ഞു. രാജേഷ് കിടന്നു. പക്ഷേ ഉറങ്ങിയിട്ടില്ല. കണ്ണു തുറന്ന് സീലിംഗിൽ നോക്കുകയാണ്. തന്റെ 2ാം ക്ലാസ് പഠിക്കുന്ന മോൻ അർജുൻ അടുത്ത് കിടക്കുന്നുണ്ട്. മോൻ പറയുന്നു, അച്ഛാ, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അച്ഛനൊന്നും മിണ്ടുന്നില്ല. മോൻ വീണ്ടും അച്ഛാ അച്ഛാ ഒന്നുകൂടി ഉറക്കെ വിളിക്കുന്നു. മോൻ കണ്ണുകൾ തുറന്നിരുന്ന രാജേഷ് ഞെട്ടി എണിച്ചതുപോലെ, ഓ എന്താ മോനെ എന്ന് ചോദിച്ചു. അച്ഛാ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? സത്യത്തിൽ അച്ഛൻ ഒന്നും കേട്ടില്ല. അർജുൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു തന്റെ ആവശ്യം. എവിടെയായിരുന്നു രാജേഷ്? തന്റെ മോന്റെ കൂടെ ചിലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മൊമെന്റ്സ് മറന്ന് രാജേഷിന്റെ മനസ്സ് എവിടെയായിരുന്നു? ഒരു ദിവസം മുഴുവനും വളരെ ബിസിയായി വർക്ക് ചെയ്ത രാജേഷിന് ഇനിയും വർക്ക് തീരാത്ത ഫീലിംഗ് ആണ്. എന്തൊക്കെയോ മറന്നുപോയൊരു ഫീലിംഗ്. മനസ്സിൽ കൺഫ്യൂഷൻ, പേടി, ആശങ്ക, സ്ട്രെസ്. രാജേഷിന്റെ ഈ ഒരു അവസ്ഥ തുടർന്നു പോയാൽ എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്നത്തെ നമ്മുടെ സെഷൻ അൺബേർഡൻ യുവർ മൈൻഡ്. മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കുക. നമ്മളെ കൊണ്ട് താങ്ങാൻ ആവുന്നതിനേക്കാൾ കൂടുതൽ ചില സമയം ഭാരമുണ്ടാകും. ഒരുപക്ഷെ ഈ ഭാരം നമുക്ക് 1-2 ദിവസം സഹിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ തുടർച്ചയായി ഇത് തന്നെ അവസ്ഥയെങ്കിൽ എന്താകും? എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാലോ എന്ന് തോന്നും അല്ലേ? തലയിൽ ഒരുപാട് ഭാരം, മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടെങ്കിൽ നമുക്കൊന്നിലും ശ്രദ്ധ കിട്ടില്ല, ഉറക്കം കിട്ടില്ല, മൊത്തത്തിൽ ഒരു ടെൻഷൻ. ഫാമിലി റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഹെൽത്ത് ഇഷ്യൂസ് വരും. Worrying does not take away tomorrow's troubles. It takes away today's peace. നാളത്തെ പ്രതിസന്ധികളെ ചിന്തിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നാൽ ഇന്നത്തെ സമാധാനമാണ് നഷ്ടപ്പെടുക. ഫ്യൂച്ചറിന്റെ ഭയങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്നാൽ പ്രസന്റ് മൊമെന്റിന്റെ സന്തോഷവും അത്ഭുതവും കാണാതെ തന്നെ പോകും. ഒരു രാജാവ് ലാവോത്സുവിനെ കാണാൻ ചെല്ലുന്നു. അവിടെ രാജാവ് കണ്ടത് ഒരു പ്രായമുള്ള തോട്ടക്കാരൻ ചെടികൾ നനച്ചുകൊണ്ടിരിക്കുന്നു. രാജാവ് തോട്ടക്കാരനോട് പറഞ്ഞു, എനിക്ക് ലാവോത്സുവിനെ ഒന്ന് കാണണം. അപ്പൊ തോട്ടക്കാരൻ പറഞ്ഞു, പറഞ്ഞോളൂ. ഞാനാണ് ലാവോത്സു. അപ്പൊ രാജാവ് പറഞ്ഞു, താങ്കളെപ്പോലെയുള്ള ഒരു വലിയ മഹാൻ ഇത്രയും ശാന്തമായും എളിമയായും എങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു? എനിക്കും ഇതൊന്ന് പറഞ്ഞു തരുമോ? ഞാനിപ്പോൾ വലിയ കൺഫ്യൂഷനിലാണ്. പല കാര്യങ്ങളിലും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു വ്യക്തതയില്ല. ലാവോത്സു പറഞ്ഞു, ശരി, ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ഇപ്പോഴല്ല, നാളെ രാവിലെ. രാജാവ് സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ രാജാവ് ലാവോത്സുവിന്റെ അടുത്തെത്തി. ലാവോത്സു അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് രാജാവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന 15 ചെടികൾക്ക് നിങ്ങൾ വെള്ളമൊഴിക്കണം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. വെള്ളമൊഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്തയും പാടില്ല. അങ്ങനെ ചിന്തകൾ വന്നാൽ നിങ്ങൾ ആദ്യത്തെ ചെടി മുതൽ വീണ്ടും തുടങ്ങണം. രാജാവ് സമ്മതിച്ചു. ചെടികൾ നനയ്ക്കാൻ തുടങ്ങി. 1ാമത്തെ ചെടി നനച്ചു. 2ാമത്തെ ചെടി നനയ്ക്കുമ്പോൾ രാജാവ് പെട്ടെന്ന് തന്റെ കൊട്ടാരത്തിലുള്ള ഗാർഡനെ ഓർത്തുപോയി. ഇത് മനസ്സിലാക്കിയ രാജാവ് തെറ്റുപറ്റി എന്നറിഞ്ഞ് ആദ്യത്തെ ചെടി മുതൽ വീണ്ടും നനയ്ക്കാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യം 4ാമത്തെ ചെടി എത്തിയപ്പോൾ കൊട്ടാരത്തിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം ചെയ്ത് തീരാത്തത് ഓർമ്മ വന്നു.
ഈ ചിന്ത വന്നത് കാരണം വീണ്ടും അദ്ദേഹം ആദ്യം മുതൽ തുടങ്ങി. പിന്നീട് 1, 2, 3 എന്ന് 6ാമത്തെ ചെടി എത്തിയപ്പോൾ അടുത്ത ചിന്ത വന്നു. ശത്രുരാജ്യം. അയൽനാടിനെ ഓർമ്മ വന്നു. തന്റെ രാജ്യത്തിന്റെ സുരക്ഷ ഓർമ്മ വന്നു. വീണ്ടും ആദ്യം മുതൽ തുടങ്ങി. വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് സമയമായി. രാജാവിന് 15ാമത്തെ ചെടിയുടെ അടുത്തെത്താൻ സാധിച്ചില്ല. ഇതെല്ലാം തന്റെ ഗൃഹത്തിൽ നിന്നും കണ്ടുകൊണ്ടിരുന്ന ലാവോത്സു രാജാവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ സത്യസന്ധത എനിക്ക് വളരെ സന്തോഷം തോന്നിപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കൂ. ചിന്തകളില്ലാതെ മനസ്സ് ഫ്രീ ആയിരിക്കുമ്പോഴാണ് മനസ്സിൽ യഥാർത്ഥ ശക്തി ഉദിക്കുന്നത്. അപ്പോൾ എത്ര സിമ്പിളായ കാര്യമായാലും സന്തോഷവും സംതൃപ്തിയും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ നടക്കും? രാജാവ് ചോദിച്ചു. ലാവോത്സു പറഞ്ഞു, ശ്രദ്ധ. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ശ്രദ്ധയെ ഒരു പോയിന്റിൽ, ഒരു സ്ഥലത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഏത് കാര്യവും നന്നായി ചെയ്യാൻ സാധിക്കും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ്. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് ശബ്ദമാണ് ഞാൻ ഇപ്പോൾ കേൾക്കുന്നത്? എൻ്റെ ശ്വാസം എൻ്റെ ഉള്ളിൽ എന്ത് ഫീലാണ് ഉണ്ടാക്കുന്നത്? എന്ത് ഇമോഷൻസ് ആണ് ഞാൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രൗണ്ടിങ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ നിലം ഉറപ്പിക്കുന്നു. ഇനി നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വരും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അത് നടന്നില്ലെങ്കിലോ? എനിക്കത് കിട്ടിയില്ലെങ്കിലോ? വാട്ട് ഇഫ്? ഒരു പക്ഷേ നെഗറ്റീവ് സ്പൈറലിംഗ്, ആ ഒരു ചുഴലിയിൽ നമ്മുടെ മനസ്സങ്ങോട്ട് പെട്ടുപോകും. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അത് കഴിഞ്ഞ് മറ്റൊന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞെട്ടിപ്പോകും. അത്രമാത്രം സമയമായിരിക്കും. നമ്മൾ എത്രമാത്രം ചിന്തകളാണ് പലപ്പോഴും കൊണ്ടു നടക്കുന്നത്. അതിനുവേണ്ടി എത്ര സമയമാണ് ചിലവഴിക്കുന്നത്? എത്ര എനർജിയാണ് നമ്മുടെ നഷ്ടപ്പെടുന്നത്? Worrying does not take away tomorrow's troubles. It takes away today's peace. മൈൻഡ്ഫുൾനെസ് ഉപയോഗിച്ചു. നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഇങ്ങനെ റോഡിൽ നടന്നു പോകുന്നതായി നമുക്കൊന്ന് സങ്കല്പിക്കാം, ഇമാജിൻ ചെയ്യാം. ഒരു കൂട്ടം ആളുകൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ കല്ല് തലയിൽ ചുമന്ന് നടക്കുന്നത്? ആ വ്യക്തി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഓ ശരിയാണ്, ഞാൻ എന്തിനാ ഇത് തലയിൽ വെച്ചിരിക്കുന്നത്? ഉടൻ തന്നെ അദ്ദേഹം കല്ലിനെ താഴെ ഇറക്കി വെച്ചു. കുറച്ചു ദൂരം പോകുമ്പോൾ വീണ്ടും കുറച്ച് ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങളുടെ തോളിൽ ഇതൊക്കെ ഏറ്റി നടക്കുന്നത്? അപ്പോഴും ആ വ്യക്തി, അയ്യോ ഇതെന്താണ് ഞാൻ ഏറ്റി നടക്കുന്നത്, എല്ലാം താഴെയിട്ടു. പിന്നെയും നടന്നു. കുറച്ച് കുട്ടികൾ, എന്തിനാ ഇതൊക്കെ റോഡിൽ കൂടി വലിച്ചു നടക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അവരോട് പറഞ്ഞു, ഒരു ആവശ്യവുമില്ല. എന്നിട്ട് എല്ലാം അദ്ദേഹം എടുത്തു കളഞ്ഞു. ആ വ്യക്തിക്ക് അപ്പോൾ തോന്നിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സമാധാനമായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രാജേഷിന്റെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. ഒരു പ്രയോജനവും ഇല്ലാത്ത ഭാരമാണ് ഏറ്റിക്കൊണ്ട് നടക്കുന്നത് എന്ന് രാജേഷ് അറിയുന്നില്ല. മൈൻഡ്ഫുൾനെസിന്റെ ഗ്രൗണ്ടിങ് എഫക്റ്റ്, ഞാൻ ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്ന ബോധം നമ്മൾ ചുമക്കുന്ന ഈ ഭാരം മനസ്സിലാക്കാൻ സഹായിക്കും. പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ചിന്തിക്കാതിരിക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ എല്ലാവർക്കും അതുണ്ടാകും. നിങ്ങൾക്ക് എന്താണോ ചിന്ത വരുന്നത്, അതൊന്ന് നിങ്ങളുടെ ഫോണിൽ ഒന്ന് റെക്കോർഡ് ചെയ്യുക.
എന്ത് ചിന്തയാണ് നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങളുടെ ഫോണിൽ ഒന്ന് റെക്കോർഡ് ചെയ്യുക. ചിന്തകളെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. നമ്മളായി സ്വയം ക്രിയേറ്റ് ചെയ്യരുത്. വരുന്നത് റെക്കോർഡ് ചെയ്യുക. എന്തെല്ലാം ചിന്തകൾ വരുന്നു നോട്ട് ചെയ്യുക. ഫോണിൽ റെക്കോർഡ് ചെയ്യുക. മാത്രമല്ല വേണമെങ്കിൽ ജേർണലിൽ എഴുതാം. അന്ന് ഇങ്ങനെ നടക്കണ്ടായിരുന്നു. നോട്ട് ചെയ്യാം. ആ ഒരു ചിന്ത വന്നാൽ നോട്ട് ചെയ്യാം. അടുത്ത ചിന്ത, നാളെ ഇനി ആ കാര്യം എന്തൊക്കെയാകുമോ? എഗെയിൻ നോട്ട് ചെയ്യാം. നാളെ ഇനി ആ ഇഷ്യൂ ഉണ്ടാകുമോ? പ്രശ്നം വരുമോ? അതെയും നോട്ട് ചെയ്യാം. ഇന്നലെ ഞാൻ ഇത് ചെയ്യാൻ മറന്നുപോയി. എഗെയിൻ നോട്ട് ചെയ്യാം. എന്നിട്ട് എന്തൊക്കെ ചിന്തകൾ വരുന്നോ അതെല്ലാം നോട്ട് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അല്ലെങ്കിൽ പുസ്തകത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിക്കുക. അത് കേട്ടാലോ വായിച്ചാലോ നമുക്ക് മനസ്സിലാകും ഇതിനെ രണ്ടായി തരംതിരിക്കാമെന്ന്. ഒന്നില്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യമായിരിക്കും, മറ്റേത് ഭാവിയിലുള്ള ഭയങ്ങൾ, ഇത് നടക്കുമോ അത് സംഭവിക്കുമോ എന്നുള്ള ഭയമായിരിക്കും. ഇനി നമുക്ക് ഒരു 20 സെക്കൻഡ് നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കാൻ ശ്രമിക്കാം. ക്ലോസ് യുവർ ഐസ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ടൈം കഴിഞ്ഞു. താങ്ക് യു. നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നു കാണും. നമ്മുടെ ചുറ്റിലുമുള്ള ശബ്ദങ്ങളാവാം, ഈ പ്രാക്ടീസ് എന്തായിരിക്കും എന്നുള്ള ചിന്തയാവാം ചിലപ്പോൾ. സുനിത നെക്സ്റ്റ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ചിന്തയായിരിക്കും ചിലപ്പോൾ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതിനെ ഇവിടെ പാർക്ക് ചെയ്യാം. മറ്റൊരു ചെറിയ ടെക്നിക്ക് നോക്കാം. ഷിഫ്റ്റിംഗ് ഫ്രം ആൻസൈറ്റി ടു റിയാലിറ്റി. അതായത് വാട്ട് ഇഫ് ടു വാട്ട് ഈസ് ടെക്നിക്. വാട്ട് ഇഫ് ടു വാട്ട് ഈസ് ടെക്നിക്. സപ്പോസ് നമുക്കൊരു പരീക്ഷ അറ്റൻഡ് ചെയ്യണം, പരീക്ഷയുണ്ട്. നമുക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ഈ ടെസ്റ്റിൽ ഫെയിൽ ആയാൽ എന്ത് സംഭവിക്കും? ആ സമയത്ത് നമ്മൾ ഈ പ്രാക്ടീസ് എങ്ങനെ ചെയ്യേണ്ടതെങ്കിൽ ആ ചിന്തയിൽ തന്നെ ഇരുന്നു പോകരുത്, ഡൗൺ ആയി ഇരുന്നു പോകരുത്. ഇപ്പോൾ എന്താണ് സത്യം, യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ സമയമുണ്ട്. എന്നെ കൊണ്ടാവുന്ന വിധം നന്നായി പഠിച്ച് എൻ്റെ ബെസ്റ്റ് ഞാൻ എഴുതും എന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, മറ്റൊരു ചിന്ത എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും മോശമായി സംഭവിച്ചാലോ, ഇന്ന അപകടം വന്നാലോ? ആ ചിന്ത വരുമ്പോൾ ഇപ്പോൾ എന്താണ് സത്യം എന്ന് സ്വയം ചോദിക്കുക. എൻ്റെ വേണ്ടപ്പെട്ടവർ സേഫാണ്, ഇപ്പോൾ അവർ സേഫാണ്. പിന്നെ വറിയിങ് ഒന്നും മാറ്റാൻ പോകുന്നില്ല. സങ്കടപ്പെടുന്നത്, ഇപ്പോൾ ഈ നിമിഷം നമ്മൾ സങ്കടപ്പെടുന്നത് ഒന്നിനെയും മാറ്റാൻ പോകുന്നതല്ല. പക്ഷേ വേണ്ട, മുൻകരുതലുകൾ നമുക്ക് എടുക്കാം, അത് മതി. വറിയിങ് വേണ്ട. ഇങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഏതൊരു ആൻസൈറ്റി ഫീലിങ്ങിനെയും നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി 20 സെക്കൻഡ് നമ്മുടെ മൈൻഡിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ ആദ്യം മൈൻഡ്ഫുൾനെസ്സിന്റെ ഗ്രൗണ്ടിങ് വേർഡ്സ് ഒന്ന് ചിന്തിക്കുന്നു. ഞാൻ ഇപ്പോൾ ഈ നിമിഷത്തിലാണ്. ശ്രദ്ധയുടെ ശക്തിയും ഇമ്പോർട്ടൻസും നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ഒരു വിഷയത്തെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുവോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ ആകാശത്തിലെ മേഘങ്ങളെ നമ്മൾ താഴെ നിന്ന് നോക്കുന്നത് പോലെ, ശ്രദ്ധിക്കുന്നത് പോലെ ചിന്തകളെ മാറി നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത നമ്മുടെ 20 സെക്കൻഡ് പ്രാക്ടീസിൽ ചിന്തകൾ വരുമ്പോൾ അതിനോട് സംസാരിക്കരുത്, ചിന്തകളോട് നമ്മൾ റിയാക്ട് ചെയ്യരുത്, ആ ചിന്തയുടെ പിന്നിൽ ഫോളോ ചെയ്ത് പോകരുത്. ഏത് ചിന്തയാണ് വരുന്നത്, ഒരു പാസിംഗ് ക്ലൗഡ് പോലെ അത് നിങ്ങളെ കടന്നു പോകട്ടെ. ജസ്റ്റ് നോക്കി നിൽക്കുക. ഈ പ്രാക്ടീസ് അഗൈൻ നമ്മൾ 20 സെക്കൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിവർന്ന് നട്ടിൽ സ്ട്രെയിറ്റ് ആയി വെക്കുക.
കാരണം ശ്രദ്ധയുടെ പ്രധാന ഭാഗമാണത്. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. യുവർ ടൈം 20 seconds starts now. സ്റ്റോപ്പ്. കണ്ണുകൾ തുറക്കാം. താങ്ക് യു. ആദ്യം നമ്മൾ ഈ 20 സെക്കൻഡ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണോ ചിന്തകൾ കൂടുതലായി ഉണ്ടായിരുന്നത്, അതോ ഇപ്പോഴാണോ? ആദ്യം ചെയ്തപ്പോഴായിരിക്കും അല്ലേ? അപ്പോ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമാകാതെ തന്നെ കാണാതെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വന്നിട്ടേ ഉണ്ടാകില്ല. ചിന്തയെ ശ്രദ്ധിക്കുമ്പോൾ ചിന്തകൾ ബലമില്ലാതെയാകുന്നു, മാഞ്ഞു പോകുന്നു. ശ്രദ്ധ എന്നുള്ളത് സൂര്യന്റെ കിരണങ്ങൾ പോലെയാണ്, വെളിച്ചമാണ്. എങ്ങനെ ഒരു ഇരുട്ട് റൂമിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിന്റെയും ക്ലാരിറ്റി ഉണ്ടാവില്ല, അവയർനെസ് ഉണ്ടാവില്ല. ആ മുറിയിൽ എന്താണ് ഉള്ളത്, നമുക്ക് അത് ആവശ്യമുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. ശ്രദ്ധ എന്ന വെളിച്ചം ആ മനസ്സിന്റെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കും. വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. താങ്ക് യു. ഇനി നമുക്ക് പതുക്കെ മെഡിറ്റേഷനിലേക്ക് പോകാം.